എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ കാണുന്നത് ഒരു അപമാനകരമായ കാര്യമാണ്. ഒപ്പം തന്നെ ഈ അപമാനം എന്ന് പറയുന്നത് രണ്ടു പേർക്കാണ് കേട്ടോ. ഒന്ന് MG ശ്രീകുമാറിന്, അത് അദ്ദേഹം അറിയാതെ വാങ്ങിച്ചു കൂട്ടിയ ഒരു അപമാനമാണെന്ന് ഞാൻ പറയും. രണ്ട്, ആ ഒരു ചെങ്ങാതിക്ക്, ആ ഒരു ആരാധകന്. ഇങ്ങനെ കുറെ ഹാർഡ് കോർ ആരാധകന്മാരുള്ളത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്കുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇവിടെ സംഭവിച്ചു പോയത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നു. MG ശ്രീകുമാർ ഏതൊരു പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. സ്വാഭാവികമായിട്ടും MG ശ്രീകുമാറിനെ അപാരമായിട്ട് ജീവന് തുല്യം സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ആ പാട്ട് മാത്രം കേട്ടു നടക്കുന്ന MG ശ്രീകുമാറിനേക്കാൾ അപ്പുറത്ത് വേറെ പാട്ടുകാരനില്ല, എന്തോന്ന് യേശുദാസ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടെന്നേ. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അത് അവരെ ആരാധനയാണ്. അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെയുള്ള ഏതോ ഒരു പാവം ആരാധകൻ ചെയ്തു പോയത് MG ശ്രീകുമാറിനൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ നിന്നു. ആ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന സമയത്ത് MG ശ്രീകുമാറിൽ അടങ്ങാത്ത ഒരു ആരാധന കൊണ്ടായിരിക്കണം MG ശ്രീകുമാറിന്റെ തോളിൽ ഒന്ന് കൈയിടേണ്ടി വന്നു. കൈയിട്ടുപോയി. ഈ കൈയിടുന്നത് ശരിയല്ല, ശരിയാണ് എന്നൊക്കെ വാദിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊക്കെ അങ്ങ് നിൽക്കത്തെ തന്നെ ഞാൻ പറയുന്നു, അവിടെ പുറകിൽ നിന്ന് MG ശ്രീകുമാറിന്റെ ഭാര്യ ചെയ്തത് ശരിയായില്ല. കാരണം ഇവിടെ പലപ്പോഴും പറയുക അനുവാദമില്ലാതെ ആരുടെയും തോളിൽ കൈയിട്ട് പോകരുത് എന്നുള്ളതാണ്. ഇവിടെ അനുവാദമില്ലാതെ ഏതെങ്കിലും ഒരു ആരാധകൻ MG ശ്രീകുമാർ അടക്കമുള്ള സിനിമാ നടന്മാരോ പാട്ടുകാരോ ആരുമാകട്ടെ അവരെ തോളിലൊന്ന് കൈയിട്ട് പോകുന്നത് എന്തുകൊണ്ടെന്നറിയാവോ? ഒരൊറ്റ കാര്യം കൊണ്ടാണ്, അദ്ദേഹം അത്രത്തോളം അവരുടെ ഹൃദയത്തിലുള്ളതുകൊണ്ടാണ്. ആ MG ശ്രീകുമാർ അത്രത്തോളം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ആക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ തോളിൽ കൈയിടാൻ അപരിചിതനായിട്ട് പോലും ആ മനുഷ്യൻ തോന്നിപ്പോകുന്നത്. അദ്ദേഹത്തെ അത്രത്തോളം സ്നേഹിക്കുന്നുകൊണ്ടാണ്. അദ്ദേഹത്തിന് തോളിൽ കൈയിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ധാരണ അദ്ദേഹത്തിന് മനസ്സിൽ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ തോളിൽ കൈയിടാൻ അദ്ദേഹത്തിന് തോന്നുന്നത്. അദ്ദേഹത്തിന് മാത്രമല്ല, ഒരുപാട് ആളുകൾ തോന്നേ. നമുക്കറിയില്ലേ? വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ വേണ്ടി നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. നോക്കൂ, നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ കാണുന്ന ഈ വീഡിയോ നമ്മുടെ യൂസഫ് അലിയുടെ ഒരു വീഡിയോ ആണ്. ഇദ്ദേഹത്തെ തോളിൽ ഒരു പയ്യൻ കൈയിടാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അനുചരന്മാര്, അല്ലെങ്കിൽ ഈ യൂസഫ് അലിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടന്ന പ്രൈവറ്റ് കുറച്ച് സെക്രട്ടറിമാരും മറ്റൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അവര് സെക്യൂരിറ്റി ഗാർഡോ എന്തൊക്കെയാണ്, അവരാ കൈയെടുത്ത് മാറ്റുന്നു. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അവന്റെ തോളത്ത് കൈയിട്ടോട്ടെ, അതിനെന്താ പ്രശ്നം? ഒരാൾ തോളത്ത് നിന്ന് കൈയിട്ടൊരു ഫോട്ടോ എടുത്ത് വെച്ച് എന്തപ്പോ നഷ്ടപ്പെടാനുള്ള, മോനെ വാ എന്ന് പറഞ്ഞിട്ട് അവനെ ചേർത്ത് നിർത്തുന്നുണ്ട്. ആ ഒരു ഒറ്റ ചേർത്ത് നിർത്തലാണ് നമ്മുടെ കേരളത്തില് അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ വൈറലാവാൻ കാരണം. അല്ല, യൂസഫ് അലി ചെയ്യാണ്, എടാ മാറ് എന്ന് പറഞ്ഞിട്ട് അവനെ തള്ളി മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം മിക്കവാറും യൂസഫ് അലി നേരലായിരിക്കും. അത് എന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ കാറ്റിൽ പറത്തുന്ന രീതിയിലായിരിക്കും യൂസഫ് അലിക്കെതിരെ നമ്മുടെ നാട്ടുകാർ പ്രതികരിക്കുക. പക്ഷെ അവിടെ യൂസഫ് അലി ചെയ്തത്, ആ ഒരു മഹാനുഭാവൻ ചെയ്തത്, ആ ചെറുപ്പക്കാരന്റെ തോളിൽ കൈയിട്ട് അവന്റെ കൈയെടുത്ത് അദ്ദേഹത്തിന്റെ തോളിലേക്ക് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഇവിടെ ഈ പ്രോഗ്രാം കഴിഞ്ഞു വരുമ്പോൾ ഇവന്റെ തോളിൽ അങ്ങനെ പറയണ്ട, ഈ ഒരു പാട്ടുകാരന്റെ തോളില് ഒന്ന് കൈയിട്ട് തൊട്ട് പുറകിലുള്ള ഭാര്യയ്ക്ക് ഇഷ്ടമായില്ല. ഒന്നെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്താഗതി കൊണ്ടായിരിക്കും കേട്ടോ, എനിക്ക് അങ്ങനെ ചിലപ്പോൾ തോന്നിപ്പോകുന്നുണ്ട്. ചിലപ്പോൾ നിറത്തിന്റെ വല്ല പ്രശ്നം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, നിങ്ങൾക്ക് വലിയ പിടുത്തമില്ല. MG ശ്രീകുമാർ അടക്കമുള്ള, MG ശ്രീകുമാറിന്റെ ഭാര്യയും അടക്കമുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ എല്ലാ സെലിബ്രിറ്റികളുടെ ഒപ്പം നടക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ കുറച്ച് പാവങ്ങളുള്ളതുകൊണ്ടാ നിങ്ങൾ അങ്ങനെ നടക്കുന്നത്. ഇങ്ങനെ കുറച്ച് പാവങ്ങൾ ആരാധിക്കാനുള്ളത് കൊണ്ടായതാണ് നിങ്ങൾ പാട്ടുകാരനായത്. നിങ്ങൾ ഇറങ്ങിയ പാട്ട്, ആദ്യ പാട്ടത്തിന് അറ് ബോറെന്നും മറ്റും പറഞ്ഞ ആളുകൾ തള്ളിക്കളയുകയായിരുന്നെങ്കിൽ നിങ്ങളൊരു പാട്ടുകാരനെയല്ല. അപ്പൊ ഇദ്ദേഹത്തെ പോലുള്ള സാധാരണ ജനങ്ങൾ, നിങ്ങൾ ഹാർഡ് കോർ ആയിട്ട് ആരാധിക്കുന്ന ആളുകളെ ഒന്ന് തോളിൽ കൈയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒന്ന് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ തോളിലായിരുന്നു ആദ്യം കൈയിടേണ്ടത്. ഈ പാട്ടുകാർ ആരുമാവട്ടെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് അവിടെ ആ തോളിൽ കൈയിട്ടിനൊപ്പം തന്നെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചൊരു ഫോട്ടോ എടുക്കാൻ MG ശ്രീകുമാർ ശ്രമിച്ചിരുന്നുവെങ്കിൽ എന്റെ സുഹൃത്തുക്കളെ, എന്തായിരിക്കും ആ ഒരു വീഡിയോയ്ക്ക് ഉണ്ടാവുന്ന റീച്ച് എന്നൊന്ന് ആലോചിക്കുക. എന്തായാലും ഇതിന് വന്നിട്ടുള്ള കമന്റുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് വളരെ വ്യക്തമാവും. ഞാൻ ഇവരെയൊന്നും ഒരു കുറ്റവും പറയില്ല. ഇവരെയൊക്കെ കാണുമ്പോഴും സെൽഫി എടുക്കാനും കാണാനും വേണ്ടി തിരക്ക് കൂട്ടുന്ന മരവാഴകളെ പറഞ്ഞാൽ മതി, കുറച്ചൊക്കെ ഉളപ്പുണ്ടാ. ഞാൻ ഈ ഒരു കമന്റിനൊപ്പം നിൽക്കുന്നു. ഇത്തരം ആളുകളൊക്കെ വരുമ്പോ അദ്ദേഹത്തെ കാണാൻ പോവുക, ഒരു സെൽഫി എടുക്കുക, അതെടുത്ത് സ്റ്റാറ്റസ് ഇടുക, നാട്ടുകാരെ കാണിക്കുക, ഞാൻ MG ശ്രീകുമാറിനെ കണ്ട്,
എന്നൊക്കെ പറയുന്നു. ഇത്ര വലിയ അഭിമാനമുള്ള കാര്യമാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ അത് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണെന്ന് വിചാരിച്ചിടക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. തള്ളെ ഇതുപോലത്തെ ഓഡിയൻസ് ഉണ്ടായത് കൊണ്ടാണ് കഞ്ഞി കുടിച്ച് ഓർമ്മ വേണത് മലവാണങ്ങൾ എന്ന് ഒരാൾ ആ സ്ത്രീയെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട്. തള്ളയെ നാട്ടുകാരാണ് ഇവനെ ഇത്ര വലുതാക്കിയത്. ഉള്ളതിനെ കളഞ്ഞു മറ്റൊരുത്തിന്റെ കൂടെ പോന്നപ്പോൾ ഈ അവസരത്തിന് സ്നേഹം കാണിക്കേണ്ട പ്രിയ ആരാധകർ, ഈ ആളുകൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ കഞ്ഞി കുടിച്ചു പോകുന്നത്, അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇങ്ങനെ ഇതേപോലെ സെയിം ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരുപാട് ഇതിന് താഴെ നിങ്ങൾക്ക് കാണാം. എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതുപോലുള്ള കുറെ ആരാധകർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാക്കപ്പെടുന്നത്. അപ്പോഴാണ് യൂസഫ് അലി പോലുള്ള ആളുകളൊക്കെ നമുക്ക് കൂടുതൽ ബഹുമാനം തോന്നിപ്പോകുന്നത്. അദ്ദേഹമൊക്കെ എന്ത് ഗ്രേറ്റ് ആണ് നമുക്ക് തോന്നിപ്പോകുന്നത്, അല്ല സുഹൃത്തുക്കളെ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഒന്ന് എഴുതിക്കാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ഒപ്പം കൂടെ ശ്രമം നടത്തണേ. ബൈ.